ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. മലപ്പുറം തിരൂരിൽ SIR എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ അശ്ലീല പ്രദർശനം നടത്തിയിരിക്കുകയാണ് BLO. മലപ്പുറം തൃപ്രങ്ങോട് പഞ്ചായത്തിലെ 38-ാം നമ്പർ ബൂത്തിലെ BLOയാണ് നാട്ടുകാർക്ക് നേരെ പ്രകോപിതനായിരിക്കുന്നത്. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. SIRമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളും പ്രതിഷേധമൊക്കെ ഉണ്ട്. പക്ഷേ ഈ രീതിയിലൊക്കെ ഒരു BLO, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ത്രീകളടക്കം നിൽക്കുമ്പോൾ പെരുമാറുന്നു എന്ന് പറയുന്നത് എത്രമാത്രം മോശമാണ്. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ നടക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം പ്രകോപിതനായത്. ഇദ്ദേഹം പ്രകോപിതനാവുകയും ഉടുമുണ്ട് പൊക്കി കാണിക്കുകയുമാണ് ചെയ്തത്. മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? അദ്ദേഹത്തിന്റെ ബന്ധുവായ, അവർ തമ്മിൽ ചില തർക്കങ്ങൾ നേരത്തെ ഉണ്ടെന്ന് പറയുന്നു, ബന്ധുവായ ഒരാൾ പ്രകോപിപ്പിച്ചു. അതായത് തൊട്ടടുത്ത് വന്ന് എന്തിനാണ് ഇങ്ങനെ ക്യാമ്പ് നടത്തുന്നത്, നിങ്ങൾ സർക്കാർ ജീവനക്കാരല്ലേ, പണം വാങ്ങിയല്ലേ ജോലി ചെയ്യുന്നത്, ഓരോ ആളുകളുടെയും വീട്ടിൽ പോയി കണക്കെടുക്കേണ്ടതല്ലേ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ, എന്തിനാണ് ഇവിടെ ഇങ്ങനെ ക്യാമ്പ് നടത്തുന്നതെന്ന് ചോദിച്ചു പ്രകോപിപ്പിച്ചു. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ദൃശ്യങ്ങളടക്കം പരാതി നൽകുമെന്ന് പറഞ്ഞ് ഈ എതിരാളിയായ ബന്ധുവായ ഇയാളുടെ അഭിപ്രായ വ്യത്യാസമുള്ളയാൾ മൊബൈൽ ഫോണിൽ ഈ ക്യാമ്പ് ഷൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൽ പ്രകോപിതനായി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തിക്കൂടാ. ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ കെട്ടിക്കണം. പാല, എനിക്കതിന് നിന്റെ സഹായം വേണം. നിനക്കാവുമ്പോ ഈ തിണ്ണ പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ. അതാണല്ലോ നിന്നെ പോലുള്ള തിണ്ണ പാർട്ടികൾ എന്നെ തേടി വരുന്നത് നടത്തുകയാണ്. നീ ഇതും കൂടി ഷൂട്ട് ചെയ്തോ, ഇതും കൂടി ഉൾപ്പെടുത്തി പരാതി നൽകിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രകോപനമായ രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തു. എന്നാ കാര്യം, മനുഷ്യരാണ് കുറച്ചൊക്കെ വിവരം വേണം. ഇതിപ്പോ മറ്റുള്ളവരെ കൂടെ നാണം കെടുത്താനായിട്ട്. പ്രകോപിതനായ ഇയാൾ പറയുന്നത്, ഞാൻ അസുഖവും മറ്റും പ്രയാസവും അതുപോലെ തന്നെ ഈ SIRന്റെ സമ്മർദ്ദവും ഒക്കെ പാടെ ഉണ്ടായ പെട്ടെന്നൊരു സംഭവത്തിൽ ഒരു പ്രയാസത്തിൽ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണെന്നാണ്. പക്ഷേ ഉള്ളതും കൊണ്ടിരുന്നാ പോരായിരുന്നോ? ഇനിയിപ്പോ കിടന്ന് പഠിച്ചിട്ട് എന്താ കാര്യം? ഇനി ഈ പ്രശ്നത്തില് തീരുമാനം പറയാം. ഇന്നത്തോടു കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം.